കർണാടകയിലെ നേതൃത്വ മാറ്റം വീണ്ടും മാധ്യമങ്ങളിൽ ചൂടുള്ള ചർച്ചയായി മാറുകയാണ്. ഒരു കോൺഗ്രസ് MLA കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശമാണ് നേതൃത്വ മാറ്റ സാധ്യതകളിലേക്ക് വീണ്ടും കർണാടകയെ കൊണ്ടുവന്നെത്തിക്കുന്നത്. DK ശിവകുമാറിന് 2-3 മാസത്തിനകം മുഖ്യമന്ത്രിയാകാനുള്ള അവസരം വന്നു ചേരുമെന്ന് പറഞ്ഞ് ആദ്യം വെടിപൊട്ടിച്ചത് കോൺഗ്രസ് MLA HA ഇക്ബാൽ ഹുസൈനാണ്. രാമനഗര MLA ആണ് ഇക്ബാൽ ഹുസൈൻ. കോൺഗ്രസിൽ ശിവകുമാർ പക്ഷത്തിനൊപ്പം നിൽക്കുന്ന നേതാവാണ് ഇക്ബാൽ ഹുസൈൻ. കർണാടകയിൽ കോൺഗ്രസിലും സർക്കാരിലും ഈ വർഷം അവസാനത്തോടെ നേതൃത്വ മാറ്റം ഉണ്ടായേക്കും എന്ന് MLA ഉറപ്പിച്ച് പറയുന്നുണ്ട്. സർക്കാരിന്റെ രണ്ടാം പകുതിയിൽ ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറാമെന്ന് ദേശീയ നേതൃത്വം സിദ്ധരാമയ്യയുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന രീതിയിൽ നേരത്തെ തന്നെ വാർത്തകളും വന്നിരുന്നു. സർക്കാർ അധികാരമേൽക്കുന്ന സമയത്തുണ്ടാക്കിയ വ്യവസ്ഥയാണിതെന്നും MLA അവകാശപ്പെടുന്നത്. അതുപ്രകാരം ഈ വർഷം നവംബറോടെ അധികാരമേറ്റതിന് സമയമാകും എന്നാണ് MLA പറഞ്ഞു വെച്ചത്. ഈ വിഷയത്തിൽ പക്ഷേ മറ്റൊരു തീരുമാനവുമായിട്ടാണ് കോൺഗ്രസ് നിന്നും പുറത്തേക്ക് വരുന്നത്. സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റുവാനുള്ള നീക്കത്തിൽ ഇനിയൊരു ചർച്ച ഉണ്ടാകില്ല എന്നും കർണാടക മുഖ്യമന്ത്രി എന്ന നിലയിൽ സിദ്ധരാമയ്യയ്ക്ക് 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് RV ദേശ്പാണ്ഡെ അറിയിച്ചിരിക്കുകയാണ്. സിദ്ധരാമയ്യ 5 വർഷം കർണാടകയെ നയിക്കും. സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിനെ കുറിച്ച് ഒരു നിർദ്ദേശമോ ചർച്ചയോ നടന്നിട്ടില്ല എന്നും നേതാവ് പറയുന്നുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന മറുപടിയാണ് സിദ്ധരാമയ്യയിൽ നിന്നും ശിവകുമാറിൽ നിന്നും ഉണ്ടാകുന്നത്. മൈസൂരു വിമാനത്താവളത്തിലെത്തിയ സിദ്ധരാമയ്യയും ശിവകുമാറും പരസ്പരം കൈകോർത്ത് നേതൃത്വ മാറ്റം സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ചവർക്ക് നേരെ തങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പ്രഖ്യാപിക്കുന്നതിലും കർണാടക സാക്ഷ്യം വഹിച്ചു. മാണ്ഡ്യയിലെ KRS അണക്കെട്ട് നിറഞ്ഞതിനെ തുടർന്ന് ഭാഗിന പൂജ നടത്തുവാൻ എത്തിയതായിരുന്നു ഈ നേതാക്കന്മാർ. ശിവകുമാറും താനും നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നും തങ്ങളുടെ സർക്കാർ 5 വർഷവും പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. കോൺഗ്രസിനുള്ളിൽ വിള്ളലുണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കില്ല, ഒറ്റക്കെട്ടായി തന്നെ തുടരുമെന്നും നേതാക്കൾ പറയുന്നുണ്ട്. അതേസമയം കർണാടക കോൺഗ്രസിൽ ചില MLA മാർ സർക്കാരിനെതിരെ തിരിഞ്ഞുവെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. സർക്കാരിനെതിരെ ചില മുതിർന്ന നേതാക്കളും MLA മാരും രംഗത്ത് വന്നതായിട്ടാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഭരണ സംവിധാനം പൂർണ്ണമായും തകർന്നു എന്ന് തന്നെയാണ് നേതാക്കന്മാർ പറഞ്ഞത്. സംസ്ഥാനത്ത് പ്രതിസന്ധി രൂക്ഷമായതോടെ ഡൽഹിയിലെത്തി സിദ്ധരാമയ്യ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയ ശേഷം MLA മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വാഗ്ദാനം നൽകിയതായിട്ടും പറയുന്നുണ്ട്. MLA മാരെ വിശ്വാസത്തിലെടുത്ത പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പരസ്യ പ്രസ്താവനകൾ ഉണ്ടാകരുത് എന്നും നേതൃത്വം സിദ്ധരാമയ്യയോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം സിദ്ധരാമയ്യ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് MLA മാരുമായി കർണാടകയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല ചർച്ചയും ആരംഭിച്ചു. വേണ്ടത്ര മണ്ഡല വികസന ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്നുള്ള അതൃപ്തിക്കും നേതൃത്വമാറ്റ അഭ്യൂഹങ്ങളും തുടരുന്നതിനിടയിലാണ് ചർച്ച നടന്നത്. ചിക്കബല്ലാപുരം, കോലോർ ജില്ലകളിൽ നിന്നുമുള്ള MLA മാരുടേതാണ് കൂടിക്കാഴ്ച നടത്തിയത്. ആദ്യഘട്ട സന്ദർശനത്തിൽ MLA മാർക്ക് സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അഭിപ്രായം അറിയിക്കാമെന്നും കോൺഗ്രസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത ആഴ്ച വീണ്ടും കർണാടകയിലെത്തിയ MP മാർ, DCC അധ്യക്ഷന്മാർ, മന്ത്രിമാർ തുടങ്ങിയവരുമായി ചർച്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും സുർജേവാല അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് മേൽ പാർട്ടിയിൽ നിന്നും വലിയ സമ്മർദ്ദമുണ്ട്. പക്ഷേ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ രൂക്ഷമല്ല എന്ന സന്ദേശമാണ് നേതാക്കൾ തന്നെ നൽകുന്നത്.